ആസൂത്രണ ബോർഡ് PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണത്തിലും അട്ടിമറി. ക്രമക്കേട് അന്വേഷിക്കാൻ പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള കൺട്രോളർക്ക് PSC ചെയർമാൻ നിർദ്ദേശം നൽകി. SP-യുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുമെന്നായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ ഇത് അട്ടിമറിച്ചാണ് നിലവിൽ കൺട്രോളർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് സുപ്രധാന തസ്തികകളിലെ പരീക്ഷകളിലാണ് ക്രമക്കേട് നടന്നത്. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് ഫലം PSC പ്രസിദ്ധീകരിച്ചത്. 1.25 ലക്ഷം രൂപ അടിസ്ഥാനത്തിൽ ശമ്പളമുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം ചീഫ്, പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ ചീഫ്, പ്ലാനിംഗ് കോർഡിനേഷൻ ഡിവിഷൻ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നത്. ക്രമക്കേട് നടത്തിയ പരീക്ഷകളിൽ പുനർമൂല്യനിർണ്ണയം നടത്താനും ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കാനുമായിരുന്നു PSC യോഗ തീരുമാനം. എന്നാൽ അത് നടപ്പായില്ല. പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറെ തന്നെയാണ് ക്രമക്കേടിനെ കുറിച്ചുള്ള അന്വേഷണവും കമ്മീഷൻ ഏൽപ്പിച്ചത്. PSC സെക്രട്ടറി അറിയാതെയാണ് ചെയർമാന്റെ നടപടി. എന്നാൽ പരീക്ഷാ കൺട്രോളർ അന്വേഷണത്തിന് നിയമതടസ്സം അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ വീഴ്ചകൾ അന്വേഷിക്കാൻ മാത്രമാണ് പരീക്ഷാ കൺട്രോളർക്ക് അധികാരം. അന്വേഷണം പോലീസിനോ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന PSCയുടെ വിജിലൻസ് വിഭാഗത്തിനോ കൈമാറാത്തതും ദുരൂഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.